JRCM എല്ലാവർക്കും നമസ്കാരം. പുതിയതായിട്ട് ആരും ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ജസ്റ്റ് സാറിനെ ഓൾറെഡി പരിചയപ്പെടുത്തി. പേര് ശ്രീലത പ്രദീപ്, പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയാണ് സ്വദേശം. പ്രദീപ് സാറിന്റെ വൈഫാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ഒരു സെഷനില് കീസോളിന്റെ സെഷനാണെന്ന് സാറ് പറഞ്ഞു. പക്ഷെ എവിടെയോ സാറിന് ഒരു ചെറിയ സൂചന എങ്ങനെ കിട്ടി? ഞാൻ സാറിനോട് വിഷയമൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ടോപ്പിക്ക് തീരുമാനിച്ചത് ഇന്ന് രാവിലെയാണ്. എന്തെടുക്കണം എന്നുള്ളത് കുറെ സമയം ഇങ്ങനെ ആലോചിച്ച് ഇന്നലെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആലോചിച്ചു എന്ത് എടുക്കണം, എന്താണ് ചെയ്യേണ്ടത്. ഇന്ന് കീസോളിന്റെ ഒരു ദിവസമാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കീസോളിന്റെ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ കീസോളിന് അങ്ങ് സമർപ്പിച്ച് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോ കീസോള് ഈ കഴിഞ്ഞ ഇടയ്ക്ക്, അതായത് 28-ാം തീയതിയാണ് ഹൈജീൻ ക്യാമ്പയിൻസ് ഒന്ന് കംപ്ലീറ്റ് ആയത്. കഴിഞ്ഞ ഒരു മാസം എന്ന് പറഞ്ഞ്, അതായത് ഇപ്പോ ഈ മെയ് മാസം എന്ന് പറഞ്ഞ നല്ല തിരക്കുള്ള ഒരു മാസമായിരുന്നു. എന്തായാലും ഈ ഒരു അവസരത്തിൽ TCGയെ നമിച്ചുകൊണ്ട്, പ്രിയങ്ക മാഡത്തിനെ ഓർത്തുകൊണ്ട് ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന റെജിമോൻ സാറാണ്. സാറിനെയും കുടുംബത്തെയും ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും, ആരുടെയും പേര് എടുത്തു പറയുന്നില്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു പേരാണ് മൂർത്തി സാറും അഖില മാഡം. ശരിക്കും ഇന്നത്തെ ക്ലാസ്സിന് കാരണക്കാരനായതും ഒരുപക്ഷെ മൂർത്തി സാർ തന്നെയാണെന്ന് പറയാം. അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഒരു വല്ലാത്ത എന്തെടുക്കണം, സാധാരണ ഞാൻ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്യുന്നതാണ്, ലാസ്റ്റ് മിനിറ്റിൽ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാന്. പക്ഷെ ഇന്നലെ എന്തോ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വന്നപ്പം ഞാൻ ഓർത്തു ഇനിയും രാവിലെ എഴുന്നേറ്റ് ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് എന്ത് വിഷയം എന്ന് വെച്ചാൽ കുറെ ടോപ്പിക്സ് എന്റെ മുന്നിൽ കിടപ്പുണ്ട്. അപ്പൊ എന്ത് എടുക്കണം എന്നുള്ളതൊരു സംശയം കടന്നു. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യണം എന്തായാലും. ഞാൻ രാവിലെ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് സ്വയം ഒന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തി എന്ത് ടോപ്പിക് ഇന്ന് എടുക്കണം. അപ്പോ മനസ്സിൽ തെളിഞ്ഞ് ആദ്യം വരുന്ന സാധനം തന്നെ എടുക്കണം എന്ന് ഇങ്ങ് ചിന്തിച്ചു. റെജിമോൻ സാറിന് അതുകൊണ്ട് ഞാൻ പറഞ്ഞ, റെജിമോൻ സാറിന് അത് എങ്ങനെ ഒരു സൂചന കിട്ടി എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. റെജിമോൻ സാറ് പറഞ്ഞു 21 ഗോൾഡൻ റൂൾസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വല്ലപ്പോഴും ഒരിക്കലെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു നല്ല വീഡിയോയോ ഒരു മോട്ടിവേഷനെങ്കിലും ഒരു സാധനം നമ്മൾ കാണണം അല്ലെങ്കിൽ കേൾക്കണം എന്ന് പറയാറുണ്ട്. അപ്പോ അത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല തിരക്കും കൂടെ ഉള്ള ഒരു സമയം ആയതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ അത് ചെയ്യാറുണ്ട്. പിന്നെ മൂർത്തി സാറ് ആണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചില വീഡിയോസ് ഷെയർ ചെയ്യാറുള്ളത്. സാറ് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ സമയം പോലെ കാണാറുമുണ്ട്. അങ്ങനെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന വീഡിയോ ഞാനൊരു രണ്ട് പ്രാവശ്യം നേരത്തെ കണ്ടു. ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ, 2-3 ദിവസമായിട്ടേ ഉള്ളൂ. 2 തവണ കണ്ടു. ഇന്നലെ വീണ്ടും അത് കണ്ടു. വീണ്ടും കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിൽ ഒരു എന്താ പറയുന്ന ഒരു ഫീലിംഗ്, ഇത് തന്നെ ഇന്നത്തെ സെഷൻ ആക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. കഴിഞ്ഞ ദിവസമൊക്കെ ഹൈജീൻ ക്യാമ്പയിൻസും ഹൈജീൻ റാലീസിലും മുഴുകിയിരുന്ന് എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞ ഒരു ഏറ്റെടുത്ത കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ട്. അപ്പൊ ആലോചിക്കുമ്പോൾ കേരളത്തിൽ നടന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നടന്നില്ല എങ്കിൽ പോലും പ്രിയങ്ക മാഡം ഫോക്കസ് ചെയ്ത്, അതായത് ഏപ്രിൽ മാസം ലാസ്റ്റിൽ പറഞ്ഞത് 201 ഹൈജീൻ റാലീസ് ചെയ്യണമെന്നാണ് മാം പറഞ്ഞത്. ക്യാമ്പയിൻസും ചെയ്യാം അതിന്റെ കൂടെ. അപ്പൊ ഏതാണ്ട് ഒരുപോലെ ഹൈജീൻ റാലീസും ക്യാമ്പയിൻസും കമ്പൈൻ ചെയ്തുകൊണ്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഒരുപാട് സന്തോഷത്തോടെ അറിയിക്കാൻ സാധിക്കുന്നത്, ഈ ഒരു മാസം ലാസ്റ്റ് ആയപ്പോഴേക്കും 201 പറഞ്ഞെടുത്ത് ഏതാണ്ട് 226 റാലീസും 450-ൽ പരം ഹൈജീൻ ക്യാമ്പയിൻസും ഇന്ത്യ ഒട്ടാകെ നടന്നു എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്ത് ഫോട്ടോസ് ബിൽവാടയിൽ കിട്ടിയിട്ടുള്ളത് ഇത്ര എണ്ണത്തിന്റെയാണ്. ഒരുപാട് സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് സൂമിൽ കൂടെയും
അല്ലാതെയും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോ ആൾക്കാർ അതിനെ നെഞ്ചിലേറ്റി അത് സ്വീകരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അപ്പോ എന്തായാലും ഞാൻ ഹൈജീൻ ക്യാമ്പയിൻസ് എടുക്കാൻ പഠിച്ചത് പ്രിയങ്ക മാഡത്തിന്റെ അടുത്തു നിന്നാണ്, അതും സൂമിലൂടെ മാത്രം. അപ്പൊ സൂമിലൂടെ ഇത്രയും കാര്യം ചെയ്യാൻ എനിക്ക് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു നാടാണ് കേരളം. പക്ഷെ ഒരുപക്ഷെ കേരളത്തിൽ ആ ഒരു തരത്തിൽ എന്താ പറയുന്നത് നടന്നില്ല. പക്ഷെ അഭിമാനകരമായിട്ട് പറയാൻ സാധിക്കുന്നത് 27-ാം തീയതി കോട്ടയം ടീമിന്റെ ഭാഗമായിട്ട് ഒരു ഹൈജീൻ ക്യാമ്പയിൻ നമ്മുടെ മാണിസാറിന്റെ ഷോപ്പിന്റെ തൊട്ടടുത്ത് അത് നടത്താൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം. അതും കോട്ടയം ടീമിൽ തന്നെ അത് നടന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഇന്നത്തെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ നമ്മുടെ 21 ഗോൾഡൻ റൂൾസ്, അത് ആ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടാല് ഹിന്ദി മനസ്സിലാകുന്നവർക്ക് പ്രശ്നമില്ല. പക്ഷേ ശരിക്കും അതൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചത്, ഞാൻ ആദ്യം അത് ഇട്ട് ജസ്റ്റ് നമ്മളെല്ലാം ഒന്ന് തുടക്കം ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്ന് കാണുമല്ലോ. അപ്പോ സ്റ്റാർട്ടിങ് കണ്ടിട്ട് അതിന്റെ ഒരു എഫക്റ്റ് നോക്കിയിട്ട് നമുക്കത് ഫുൾ ഞാനത് കാണാൻ സാവകാശം ഇരുന്ന് കാണാം എന്ന് വിചാരിച്ചു. പക്ഷെ ആ തിരക്കിനിടയിലും അത് കണ്ടുകൊണ്ടിരുന്നപ്പോ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് കണ്ടു. ശരിക്കും ആ ഒരു മോട്ടിവേഷണൽ വീഡിയോ ഏതാണ്ട് ഒരു 4 മാസം മുമ്പ് നടന്ന ഒരു സെഷന്റെ വീഡിയോ ആണ്. അപ്പോ 4 മാസം മുമ്പ് നടന്ന ഒരു സെഷന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും മുകേഷ് കൊഠാരി സാറ്. മുകേഷ് കൊഠാരി എന്ന് പറഞ്ഞ ഒരു വലിയ ലീഡറിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോ മുകേഷ് കൊഠാരി സാറിന്റെ മകളെ ഒരു എന്താ പറയുന്നത് പ്രോഗ്രാമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. അത് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് തോന്നിയത് എനിക്ക്. മറ്റൊന്നും കൊണ്ടുമല്ല, ഈ അടുത്ത ഇടയ്ക്ക് പല കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്, അതായത് ഷോർട്ട് സ്റ്റോറീസ് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ളത്, നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. അതില് CBSE 9ാം ക്ലാസ്സിന്റെ കുട്ടികൾക്ക് ഉള്ള ഒരു ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറിയാണ്. ഞാൻ അത് ഇതുപോലെ പല ഷോർട്ട് സ്റ്റോറീസ് ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ളത് 10th-ലും 9th-ലും ഒക്കെ ഉള്ള കുട്ടികൾക്കുള്ള മോട്ടിവേഷണൽ സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ അതിനകത്തൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ ഫൺ ദേ ഹാഡ്, അതായത് ഇസാക്ക് അസിമോവിന്റെ ഒരു കഥ. ആ കഥ വീണ്ടും കഴിഞ്ഞ ദിവസം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ കഥയ്ക്കകത്ത് പറയുന്നത് മറ്റൊന്നുമല്ല, അതായത് 2157, അതായത് ഏതായാലും ഇനിയും അങ്ങോട്ട് മുന്നോട്ടുള്ള ഒരു 100 വർഷത്തിന് മേലെ ഉള്ള ഒരു സംഭവമാണ് പറയുന്നത് അവിടെ. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ആ സ്റ്റോറിക്കകത്തുള്ള ഒരു സംഭവം ഫ്യൂച്ചറിലെ AI ടീച്ചിങ് മേഖല ഏറ്റെടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. AI എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. റോബോട്ട്സ് ആയിരിക്കും പഠിപ്പിക്കുക. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് അല്ലാണ്ട് മെക്കാനിക്കൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും എന്നുള്ളതാണ് ആ സ്റ്റോറിക്കകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പലപ്പോഴും ഞാൻ പിക്ചറൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും സെയിം ആ ഒരു സംഭവം യാഥാർത്ഥ്യമായി തുടങ്ങി എന്നുള്ളതിന്റെ ഒരു തെളിവ് ഈ വീഡിയോ, മോട്ടിവേഷണൽ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് ഇതിനകത്ത് മുകേഷ് കൊഠാരി സാർ മകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം തുടക്കം മുതലേ RCMലുള്ള ഒരു വ്യക്തിയാണ് മുകേഷ് കൊഠാരി സാറ്. പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ പറയുന്ന ഒരു മകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, അതായത് ഇവൾക്ക് RCMനെ കുറിച്ച് നിങ്ങളുടെ അത്രയും അറിവില്ല. ശരിക്കും മകൾക്ക് RCMനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതേസമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട്.
അപ്പം നന്നായിട്ട് അറിവുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയുന്ന മറ്റൊരു കാര്യം, മോൾക്ക് ഇന്ന് ഇപ്പോ 24 വയസ്സുണ്ട്. RCM 23 വർഷമായിട്ടുണ്ട്. അപ്പോ നിങ്ങളെക്കാട്ടിൽ RCM കണ്ടിട്ടുള്ള ആള്, കൂടുതൽ കണ്ടത് എന്ന് പറയുന്ന ആള് മകള് തന്നെയാണ്. അപ്പൊ അവള് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും അതിനകത്ത് സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. മകള് RCMലേക്ക് ഫുൾ ടൈം ആയിട്ട് വന്നിട്ട് മാർച്ച് മാസത്തിലാണ് വന്നത്. മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാർച്ച് മാസം. അപ്പം ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോ അതിനകത്ത് സാർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല്, മകളെ പഠിപ്പിച്ച സമയത്ത്, അതായത് മോൾക്ക് 1 വയസ്സുള്ളപ്പം മുതൽ മോൾ RCM കാണുന്നതാണ്. അഞ്ജലി കോഠാരി എന്നാണ് പേര്. ആള് 1 വയസ്സ് മുതൽ RCM കാണുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഈ 1 വയസ്സ് മുതൽ RCM കണ്ട് RCMന്റെ സിസ്റ്റം മനസ്സിലാക്കി വീട്ടിൽ എന്തൊക്കെ RCMുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നു എല്ലാം കണ്ട് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പോ 1 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കുട്ടികൾക്ക് പല കാര്യത്തെക്കുറിച്ചും ചില ഐഡിയാസ് കിട്ടിത്തുടങ്ങുന്ന ഒരു ഏജ് ആണ്. അപ്പം അങ്ങനെ ഒരു ഏജില് മകൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നു. അപ്പോ സാർ അതിനകത്ത് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. നാട്ടുകാരെ മൊത്തം പഠിപ്പിച്ച് നടക്കാം, പക്ഷേ വീട്ടിലുള്ളവരും സ്വന്തക്കാരും ഇതൊട്ടും മനസ്സിലാകില്ല. അപ്പൊ ഈ ഒരു സംഭവം സാറ് പറയുന്നത് വളരെ കറക്റ്റ് ആണ്. മോള് അപ്പൊ വീട്ടില് കുട്ടികള് ഇതിന് തീർത്തും എഗൻസ്റ്റ് ആയിരുന്നു. അപ്പം സാറ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനിയും അവളുടെ വായിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം എങ്ങനെയാ ഉണ്ടായിരുന്നു RCM എന്നുള്ളത്. നിങ്ങൾക്ക് അവളുടെ അടുത്തു നിന്നും കേൾക്കാം എന്ന് പറഞ്ഞ് അത് വിടുകയാണ്. പക്ഷെ അതിനകത്ത് കുറച്ചൊരു ഇൻട്രൊഡക്ടറി ആയിട്ട് സാറ് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല്, മകള് 2nd സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോ അവരുടെ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോയി. അതായത് നല്ല ഒരു സ്കൂളിലാണ് പഠിപ്പിച്ചത്. അച്ഛൻ പഠിച്ചത് സ്കൂൾ എന്ന് പറയുമ്പം ഒരു വർഷത്തേക്കുള്ള ഫീസ് 5 രൂപയായിരുന്നു. അതേ സമയത്ത് മോള് 2nd സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കും ഫീസ് എന്ന് പറയുന്നത്, അതായത് ഒരു വർഷത്തെ ഫീസ് 7 ലക്ഷം രൂപയായിരുന്നു. അപ്പൊ ഒന്ന് ചിന്തിച്ചാൽ മതി, അച്ഛൻ അനുഭവിച്ച ആ ഒരു രീതിയും മകളെ ഏത് തലത്തിലേക്കാണ് മകളെ പഠിപ്പിച്ചതെന്ന്. ശരിക്കും മകളെ പഠിപ്പിച്ചത് ഇത്രയും നല്ല ഒരു സ്കൂളില് ഒരു വർഷത്തെ ഫീ എന്ന് പറയുന്നത് 7 ലക്ഷം രൂപ. അപ്പൊ ഈ തരത്തിൽ ആ പെൺകുട്ടിയെ പഠിപ്പിച്ചെടുത്തു, നല്ല കോളേജിൽ വിട്ടു. ശരിക്കും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാന് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ ഒരു എന്താ പറയുന്നത്, നല്ലൊരു കോളേജിനെ പറ്റിയും അദ്ദേഹം പേര് പറഞ്ഞു. ഞാനിപ്പോ കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല. അതായത് വേൾഡിലെ ഏറ്റവും നല്ല ഫാഷൻ ഡിസൈനിങ്ങും ഫാഷൻ കമ്മ്യൂണിക്കേഷനും പഠിപ്പിക്കുന്ന കോളേജാണ്. അപ്പം വിദ്യാഭ്യാസം പൂർത്തിയാക്കി അമേരിക്കയിൽ വിട്ട് കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം മകള് ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു. ഇനി ഈ ജോലിയിലേക്ക് പ്രവേശിച്ച് അതായത് 3 കമ്പനീസിൽ നിന്നും ഓഫർ വന്നു. അതായത് പഠിച്ച അത്രയും വലിയൊരു കോളേജിലൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് പ്ലേസ്മെന്റ്സ് ഒക്കെ ആകും. അപ്പോ പ്ലേസ്മെന്റ് 3 ഇടത്തുനിന്ന് ഓഫർ വന്നു. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മകള് ചൂസ് ചെയ്തതെന്ന് വെച്ചാല്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ PR ആയിട്ടുള്ള ജോലികളാണ് കിട്ടുക. PR പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തത്. PR പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചു. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. PR-ന്റെ ഒരു ജോലി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും, അതായത് പബ്ലിക് റിലേഷൻ, വലിയ സെലിബ്രിറ്റീസ്, വലിയ ആൾക്കാര്, അവരെ സമൂഹം എങ്ങനെയാണ് കാണുന്നത് അതനുസരിച്ച് അവർ പെരുമാറാൻ, അതായത് സൊസൈറ്റിയിലേക്ക് അവർ വന്ന് സംസാരിക്കുമ്പം ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പം അവർക്ക് ആ സെലിബ്രിറ്റീസ് ബാക്കിയുള്ള സാധാരണക്കാർ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ പെട്ടെന്ന് സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ പെരുമാറാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഈ PR ആണ്. അപ്പോ വലിയ സെലിബ്രിറ്റീസിന് ഇതിനൊന്നും സമയമില്ല. എല്ലാം അവരുടെ കുറെ കാര്യങ്ങൾ നോക്കാനും എടുക്കാനും ഒന്നും, സ്വന്തം കാര്യങ്ങൾ, അതായത് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ പോകുമ്പോൾ എങ്ങനെ പറയണം, എന്ത് സംസാരിക്കണം, എന്താണ് പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്നത്,
ഇതൊന്നും അവർക്ക് നോക്കാനും കേൾക്കാനും സമയമില്ല. അപ്പോൾ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ PR-നെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അത് മനസ്സിലാക്കാനും മുകേഷ് കൊഠാരി സാർ ഒരു നല്ലൊരു എക്സാമ്പിൾ കൊടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് അത് സ്ട്രൈക്ക് ചെയ്തു. അതാ ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടിയെന്ന്. സാർ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ എന്താ പറയുന്നത്, അതായത് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ പോലും, അതായത് നരേന്ദ്രമോദി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ കോവിഡ് കാലത്ത് ദീക്ഷ, അതായത് ദാടി വളർത്തിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അത് എനിക്ക് അത്ര അങ്ങോട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പറഞ്ഞു അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സ്വന്തമായിട്ട് ചെയ്തതല്ല, പ്രൈം മിനിസ്റ്ററിന്റെ PR അത് പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ ചെയ്യണമെന്ന്. അതായത് കോവിഡ് കാലത്ത് ലോകത്തുള്ള മുഴുവനും ആൾക്കാർ, അതായത് ഇന്ത്യയിലുള്ള മുഴുവനും ജനങ്ങള് ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പം പലർക്കും ജോലിയില്ല, ഭക്ഷണം കഴിക്കാൻ പോലും ഉള്ള മാർഗമില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കോവിഡ് മൂലം മരിക്കുന്നു. ഈ ഒരു അവസരത്തില് നിങ്ങൾ ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ട് നല്ല ഇതായിട്ട് നടക്കാതെ, എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പബ്ലിക്കുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുമല്ലോ പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ആ നോർമൽ അത്ര ഇതായിട്ട് നടക്കുന്ന വ്യക്തി അങ്ങനല്ല നടക്കേണ്ടത്. ദീക്ഷയൊക്കെ അത് താടി വളർത്തി അത് നന്നായിട്ട് വളർത്തിയെന്നാണ് പറഞ്ഞത്. അപ്പം ആ സമയത്ത് ജനം കാണുമ്പം നിങ്ങളുടെ മാത്രം ഈ അവസ്ഥയല്ല, എന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞത്, പല ഫിലിംസും, അതായത് വലിയ സിനിമകൾ പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ്, ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ഒരു കേസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു കോൺട്രവേഴ്സി, ഒരു കേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇത് സിനിമ ഷൂട്ടിംഗ് പോലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു കേസും ജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും പത്രത്തിൽ വാർത്ത വരാനും ഒക്കെ കാരണം എന്ന് വെച്ചാൽ ആ സിനിമയ്ക്കകത്ത് എന്തോ ഉണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത്രയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയുന്ന ഈ കഥ മൊത്തം തീരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് അപ്പം ഇങ്ങനൊരു പോസ്റ്റിലേക്കാണ് മകൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അപ്പം മുകേഷ് കൊഠാരി സാറ് ഈ പറഞ്ഞ മോളുടെ ഇഷ്ടത്തിന് വിട്ടു. അച്ഛൻ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. മോൾ ഏതാണ്ട് 2ാം ക്ലാസ്സിലായിരുന്നപ്പം അച്ഛന്റെ RCMലൂടെ ഉള്ള വരുമാനം എന്ന് പറയുന്നത് 2.5 ലക്ഷമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും മോളെ അത്രയും നല്ല ഒരു സ്കൂളിൽ വിടാം, പഠിപ്പിക്കാം, അതൊക്കെ അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം 2.5 ലക്ഷം രൂപ വരുമാനം കിട്ടുമ്പോഴാണ് മകള്, അതായത് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ 3rd സ്റ്റാൻഡേർഡിലോ ആയിരുന്നപ്പം ഒരു ടൂർ, നമുക്കറിയാലോ കുട്ടികളെല്ലാം ടൂർ, 1 ഡേ ടൂർ ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇവരെ കൊണ്ടുപോയത് ഷിംലയിലേക്കാണ്. സിംലയിലേക്ക് പോയ സമയത്ത് മോൾക്ക് പോക്കറ്റ് മണി ആയിട്ട് ആ സമയത്ത് 300 രൂപ അച്ഛൻ കൊടുത്തു വിട്ടു. അവിടെ ചെന്ന് എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഈ പൈസ കണ്ടിട്ട് പറഞ്ഞു, ഇത്രയും പൈസ തന്നു, ഒരു കാര്യം ചെയ്യേ, മോക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കുന്നതിന് പകരം അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആളൊരു ഷോള് വാങ്ങി, അച്ഛന് വേണ്ടിയിട്ട് ഒരു പേന വാങ്ങി. അതിൽ നിറയെ സിംല എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സിംല എഴുതി, അതായത് മരത്തടി, അത് അതിന്റെ പേനയാണ്, വുഡൻ പേനയാണ്. അതിൽ എഴുതിയിട്ട് ഉണ്ട്, വുഡൻ ആയിട്ടുള്ള ഒരു പേന, സിംല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വലിയ സന്തോഷത്തോടെ അച്ഛന് കൊടുത്തു. അച്ഛന് അമ്മയ്ക്ക് ഷോളും കൊടുത്തു. അച്ഛൻ ആ പേന കയ്യിലേക്ക് വാങ്ങി അതുപോലെ വലിച്ചങ്ങ് എറിഞ്ഞെന്ന് പറഞ്ഞു. ആള് മീറ്റിങ്ങിൽ ഇത് സംസാരിക്കുമ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് ജയാർസ്യം പറയാൻ തുടങ്ങി. അപ്പോ മകള് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊക്കെ ഇത് കേട്ടിട്ട് സന്തോഷം തോന്നാം, പക്ഷെ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണം. 3 വയസ്സ്, 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പൊ ഞാൻ അന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ്, ഈ മുകേഷ് കൊഠാരിക്ക് ഒരു സാധനം ഞാൻ വാങ്ങിക്കൊടുക്കില്ല. ഞാൻ ഒരിക്കലും ഒന്നും വാങ്ങിക്കൊടുക്കാൻ പോകുന്നില്ല. ആ മനസ്സിലെ ഒരു നിരാശ എന്ന് വെച്ചാൽ അത്ര സന്തോഷത്തോടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്തോ വാങ്ങിക്കൊണ്ടുവന്നു, അത് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞപ്പം ഭയങ്കര ഒരു വിഷമം. എന്തായാലും അതിനുശേഷം മകളുടെ ഒരു എന്താ പറയുന്ന സംസാരം സ്റ്റാർട്ട് ചെയ്ത്, മകള് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല്, ആള് എന്താന്ന് വെച്ചാൽ ഈ
സ്റ്റോറി പറഞ്ഞു. അതായത് പേന കൊണ്ടുവന്ന സ്റ്റോറി, വലിച്ചെറിഞ്ഞ സ്റ്റോറി. അന്ന് തൊട്ട് RCM എന്റെ ഉള്ളിൽ ഒരു ഭയങ്കരമായ ഇറിറ്റേഷൻ ആണ്. ഈ ആൾക്കാർ JRCM വിളിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർക്ക് ഭ്രാന്താണോ എന്ന്. ഇത് എന്താ ഇവർ എപ്പോഴും ഇങ്ങനെ അങ്ങ് ഭ്രാന്ത് പിടിച്ച് RCMന്റെ പിന്നാലെ നടക്കുന്നത്, എന്തിനാണ് എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടെന്നാണ് ആള് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ആള് പറഞ്ഞത് ഒരു നല്ലൊരു ജോലി കിട്ടി. അതായത് ഒരു എന്താ പാർസൺ സ്കൂൾ ഓഫ് ഡിസൈനിങ് എന്ന സ്കൂളിൽ നിന്നാണ് ഈ ഇതിന് ഡിസൈനിങ്ങിന്റെ കമ്മ്യൂണിക്കേഷൻ, അത് ഫാഷൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിച്ചത്. ഇതിനുശേഷം ഫിലിം സ്റ്റാർസിനോടൊപ്പം ജോലി ചെയ്യാനുള്ള ഒരു വലിയ അവസരം കിട്ടി. ഫിലിം സ്റ്റാർസിനോടൊപ്പം ജോലി ചെയ്യാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സെലിബ്രിറ്റീസിന്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അല്ലാതെ തന്നെ നമ്മളൊരു സെലിബ്രിറ്റി ഫീലിംഗ് വരിക എന്ന് പറയുന്നത് ഒരു വലിയ വലിയ ഫിലിം സ്റ്റാർസിനോടൊപ്പം ഉദ്ദേശിച്ച തലത്തിലുള്ള ഒരു ജോലി തന്നെയാണ് കിട്ടിയെന്നാണ് മകള് പറയുന്നത്. വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇഷ്ടം പോലെ പണം, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ 1 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വരുമാനം. അച്ഛൻ ഇഷ്ടം പോലെ പൈസയുണ്ട്. മകള് പറയുന്നത് എനിക്ക് ആവശ്യത്തിന്, എന്റെ ആവശ്യത്തിനുള്ള പൈസ കിട്ടിത്തുടങ്ങി. ആദ്യത്തെ 6 മാസം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാല് മറ്റൊന്നും കൊണ്ടല്ല, പൈസ ഇഷ്ടം പോലെ കൈ കിട്ടുന്നുണ്ട്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റീസിനോടൊപ്പമാണ് ഫുൾ ടൈം. വലിയ വലിയ ഫിലിം ആക്ടേഴ്സിന്റെ കൂടെ ആണ് ആള് സഞ്ചരിക്കുന്നതും എപ്പോഴും അതായത് അവരുടെ വീട്ടിൽ പോകാൻ സാധിക്കുന്നു. ഒരു ഫിലിം കംപ്ലീറ്റ് ആയി കഴിയുമ്പം ആ ഫിലിം കാണാൻ അവരോടൊപ്പം ഇരുന്ന് ആ സിനിമ കാണുന്നു. സെലിബ്രിറ്റീസിന്റെ ഫോൺ നമ്പേഴ്സ് മൊബൈലിൽ ഉണ്ടാകുക, ഇതൊക്കെ ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് ആള് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 6 മാസത്തോളം ശരിക്കും പറഞ്ഞാൽ ജോലി ഇങ്ങനെ അങ്ങ് തുടർന്നുകൊണ്ടിരുന്നു. വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്തു എന്ന് പറഞ്ഞു. വരുമാനത്തിന് വരുമാനമുണ്ട്, സെലിബ്രിറ്റീസിനൊപ്പം പങ്കെടുക്കാൻ, കൂടെ നടക്കാൻ എപ്പോഴും സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആള് ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് സമർപ്പിച്ച് ജോലി ചെയ്തത് കൊണ്ട് ഒരു പ്രൊമോഷനും കൂടെ അങ്ങ് കിട്ടി. അപ്പോ ആള് പറയുന്നത് പ്രൊമോഷൻ കിട്ടിയപ്പം ഈ പ്രൊമോഷൻ കിട്ടുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ല. ഏതൊരു ജോലിയിലും പ്രൊമോഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്വം കുറച്ചും കൂടെ കൂടിയെന്നാണ്. പൈസ വീണ്ടും കൂടി. അതായത് 1 ലക്ഷം കിട്ടിയിരുന്നിടത്ത് അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി കിട്ടാൻ തുടങ്ങി. അപ്പോ ആള് PR-ന്റെ വർക്കാണ് ചെയ്യുന്നത്. പല പല ഫിലിം സ്റ്റാർസിന്റെ PR ആയിട്ട് വർക്ക് ചെയ്യുന്നു. 4 ലക്ഷത്തോളം വരെയൊക്കെ ഇതിനോട് അടുത്ത് തന്നെ സാലറിയും കിട്ടാൻ തുടങ്ങി. അപ്പോ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അവസരത്തില് ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ ഈ പ്രൊമോഷൻ കിട്ടിയപ്പോൾ മുതൽ വർക്ക് ലോഡ് കൂടി. നമുക്കറിയാം, ഒരു ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രൊമോഷൻ കിട്ടുന്നത് ശരിക്കും വർക്ക് ലോഡ് കൂടുകയാണ്. നമ്മൾ ഒരു പോസ്റ്റിൽ നിന്നും അടുത്ത പോസ്റ്റിലേക്ക് കയറുമ്പോൾ ഭാരിച്ച ഉത്തരവാദിത്വമാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ എന്താ പറഞ്ഞ, നമ്മൾ പറയല്ലേ ഊറ്റുക എന്ന് പറയുന്ന ആ ഒരു തരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ആളിന്റെ സമയം മാറി എന്ന് വെച്ചാൽ രാവിലെ 8 മണി തൊട്ട് രാത്രിയല്ല, വെളുപ്പിനെ 3 മണി വരെ ആയി വർക്കിംഗ് ടൈം. വീട്ടില് അച്ഛനെയും അമ്മയും ഒന്നും വിളിക്കാറില്ല. അപ്പൊ ജോലി കിട്ടിയ സമയത്ത് ഭയങ്കര ഹാപ്പിയായി. എന്നും JRCM കേൾക്കണ്ട, അച്ഛനെ കാണാൻ വരുന്നവരുടെ ശല്യം. അപ്പം അതിനകത്ത് ഇടയ്ക്കൊരു കാര്യം പറയുന്നുണ്ട്, കൊച്ചു കുട്ടിയായിരുന്നപ്പോ തൊട്ട് RCM ഇത്രയും വെറുക്കാൻ കാരണം എന്ന് പറയുന്നത്, അച്ഛൻ അന്നും മീറ്റിംഗ് വീട്ടിലേക്കാണ് വിളിക്കുക. വീട്ടിൽ മീറ്റിംഗ് വെക്കുന്ന സമയത്ത് രാവിലെ 8 മണിക്കാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിയാകുമ്പോൾ മുതൽ ആൾക്കാർ വരാൻ തുടങ്ങും. ഈ 5 മണിക്ക് വരുന്ന ആൾക്കാർക്ക് ചായ കൊടുക്കണം, ചിലപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കൊടുക്കണം, ഇതെല്ലാം കൊടുക്കണമെന്ന് അച്ഛൻ പറയും. ഇതിന്റെ പിന്നാലെ എല്ലാമാണ്. അപ്പൊ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നും കണ്ടാണ് ആളിരുന്നത്. ജോലി കിട്ടിയപ്പോ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 6 മാസം പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ JRCM കേൾക്കണ്ട, RCMന്റെ ആൾക്കാർ ഇങ്ങനെ ഭ്രാന്തന്മാരെ പോലെ നടക്കുന്നത് കാണണ്ട, അച്ഛന്റെ പണി, ഞാൻ എന്റെ പണി. അപ്പോ ഇതിലെല്ലാം നിന്നും അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് ആദ്യത്തെ 6 മാസം കഴിഞ്ഞത്. പക്ഷെ ഈ പ്രൊമോഷനോടുകൂടി ആളിന് ഭയങ്കരമായ മടുപ്പായി.
എന്ന് വെച്ചാൽ രാവിലെ അമ്മയും അച്ഛനെയും വിളിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോ ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു പ്രൊമോഷൻ എന്താ പറയുന്നത്, പ്രൊമോഷനൊക്കെ കിട്ടിയതിന് ശേഷം ആള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, ഈ ഒരു വർഷത്തിനുള്ളിൽ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ മേഖല ശരിക്കും കമ്പ്യൂട്ടർ AI ഏറ്റെടുത്തു. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി കാര്യങ്ങൾ നടത്താൻ തുടങ്ങും. അതായത് നേരത്തെ പറഞ്ഞല്ലോ, PR എന്ന് പറയുമ്പം ഇപ്പം ഒരു ആളിനെ ഇപ്പം വലിയ സെലിബ്രിറ്റീസ് ആരെങ്കിലും, ഇപ്പൊ പ്രിയങ്ക ചോപ്ര എന്ന് പറഞ്ഞ ഒരാള് ആളിന്റെ PR ആയിരുന്നു അഞ്ജലി കോഠാരി. അപ്പോ പല കാര്യങ്ങൾക്ക് ഈ PR വഴി കുറെ കാര്യങ്ങൾ ഇവര് ഇപ്പൊ സെലിബ്രിറ്റീസ് ഇന്ന് വന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വെക്കുക. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ആള് സംസാരിക്കേണ്ടതെന്നുള്ളതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയാണ് ഈ PR കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഇവർ ഈ വരുമ്പം ഇവിടുത്തെ ആ മേഖലയും ആ പബ്ലിക് എങ്ങനത്തെ ആൾക്കാരാണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. ഇപ്പം കേരളത്തിൽ നിന്ന് ഫിലിം സ്റ്റാർസ് മോഹൻലാലോ മമ്മൂട്ടിയോ അമേരിക്കയിലോ ദുബായിലോ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഫുൾ സ്ക്രിപ്റ്റ് അവർക്ക് അവിടുത്തെ പബ്ലിക് എങ്ങനെയാണെന്നുള്ളത് അറിയിക്കാൻ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കും. അപ്പൊ സെയിം ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് എഴുതണം. അപ്പൊ ആള് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഒരാളിന് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണമെങ്കിൽ ആദ്യം ആ സെലിബ്രിറ്റിയുമായിട്ട്, മമ്മൂട്ടിക്കോ മോഹൻലാലിനോ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണമെങ്കിൽ ആ ആളുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തണം. എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ഇങ്ങനൊരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പം പറയേണ്ടത്, സംസാരിക്കേണ്ടതെന്ന് വരെ സ്ക്രിപ്റ്റിൽ ഉണ്ടാവും. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതാന് 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ഒരു 2-2.5 ദിവസം എടുത്താലേ ഒരാൾക്കുള്ള ഒരു സ്ക്രിപ്റ്റ് റെഡി ആയിട്ട് ആ സ്ക്രിപ്റ്റ് ബോസിന് സെൻഡ് ചെയ്യും. ബോസ് അത് പാസ്സാക്കി കഴിയുമ്പോഴാണ് ഈ സെലിബ്രിറ്റിയുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ ആള് സ്ക്രിപ്റ്റ്, അപ്പം അഞ്ജലി കോഠാരി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഈ സ്ക്രിപ്റ്റ് അങ്ങോട്ട് എഴുതി 2-2.5 ദിവസം കൊണ്ട് ഇത് റെഡിയാക്കി ബോസിന് ഇട്ട് കൊടുക്കും. ബോസ് അത് അപ്രൂവ് ചെയ്യും. അങ്ങനെ അത് മുന്നോട്ട് പോകും. ഈ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന ആ നിമിഷം മുതൽ സംഭവിച്ചത് മറ്റൊന്നുമല്ല, ഈ 2-2.5 ദിവസം കൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന സാധനം 5 മിനിറ്റ് കൊണ്ട് AI റെഡിയാക്കും. അതൊരു ഭയങ്കരമായ ഒരു എന്താ പറയുന്നത്, ഷോക്ക് ആയിപ്പോയി അഞ്ജലി കോഠാരിക്ക്. അതായത് 6 മാസം കഴിഞ്ഞു, പ്രൊമോഷൻ കിട്ടി. അതിനുശേഷം ആ 1 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. അതായത് നേരെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ഇരുന്ന് ഇന്ന കാര്യമാണ് വേണ്ടെന്ന് പറഞ്ഞാല് AI തന്നെ സ്ക്രിപ്റ്റ് റെഡിയാക്കി ഇങ്ങ് തരും. സ്ക്രിപ്റ്റ് ബോസിന് കൊടുക്കും, അപ്രൂവ് ചെയ്ത് കിട്ടും. അപ്പൊ ഒരു 5 മിനിറ്റിന്റെ സമയമേ ഉള്ളൂ. അതായത് പതുക്കെ ഈ മേഖലകൾ മുഴുവനും AI കീഴടക്കാൻ തുടങ്ങി. അപ്പോ ആള് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ ഒരു മേഖല, ഡയറക്ട് സെല്ലിങ്ങിന്റെ മേഖല ഒരിക്കലും ഒരു AIക്കും വന്ന് കീഴടക്കാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ഒരു മനുഷ്യനോട് ഒരു മനുഷ്യൻ റിലേറ്റ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിന്റെ ബിസിനസ് ആണ് RCM എന്ന് പറയുമ്പോൾ, ആ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഡയറക്ട് സെല്ലിംഗ് പോസിബിൾ അല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പറയുന്ന ചില വാക്കുകൾ, അതായത് കുറച്ച് തിരക്കായി രാവിലെ മുതൽ 3 മണി വരെ ഇതിന്റെ മുന്നിൽ ഇരുന്ന് വന്ന് കഴിയുമ്പം തിരിച്ച് എത്തുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ നന്നായിട്ട് പഠിപ്പിച്ച് ജോലിക്ക് വിട്ടതിന് ശേഷം അച്ഛൻ ഇത്ര മാത്രം പറഞ്ഞു വിട്ടു, നീ പോയി നിനക്ക് ഇഷ്ടമുള്ള ജോലി 2 വർഷം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആലോചിക്കാം എന്റെ ജോലിയാണോ നിന്റെ ജോലിയാണോ നല്ലതെന്ന്. അപ്പൊ അതിങ്ങനെ പറഞ്ഞ കാരണം, അച്ഛൻ പറഞ്ഞ ഈ സെന്റൻസ് മനസ്സിൽ കിടക്കുന്ന കാരണം എപ്പോഴും കമ്പാരിസൺ വരുമായിരുന്നു. അപ്പൊ ഈ തിരക്ക് കൂടിയ സമയത്ത് അച്ഛന്റെ ജോലിയുമായിട്ട് ഒരു കമ്പാരിസൺ മനസ്സിലേക്ക് വന്നു. അപ്പൊ ചിന്തിച്ചു, അച്ഛൻ എത്ര സന്തോഷിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. അച്ഛന്റെ സാലറി എന്റെ സാലറിയെക്കാട്ടിൽ എത്ര മടങ്ങാണ് കൂടുതൽ. അപ്പൊ അച്ഛൻ ഇത്ര എൻജോയ് ചെയ്ത് ജോലി ചെയ്യുന്നു, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നു. ഒരു ദിവസം ഒരു 12 മണിയായപ്പം അച്ഛനെ വിളിച്ചിട്ട് മകള് സംസാരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും തിരിച്ച് RCMലേക്ക് വന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്ന് ഒരു വാക്ക് അച്ഛനോട് ചോദിച്ചു. കാരണം അന്നത്തെ ദിവസം അത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വന്നതുകൊണ്ടാണ് അത് ചോദിച്ചതെന്ന് പറഞ്ഞു.
ആ രാത്രിയിൽ അത് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ നാളെ തന്നെ ജോലി കളഞ്ഞിട്ട് തിരിച്ചു പോരെ, നമുക്ക് RCM ചെയ്യാമെന്ന്. അത് കേട്ട് കിടന്നുറങ്ങി. പക്ഷെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ മനസ്സിൽ ഒരു വല്ലാത്ത വെപ്രാളം. ഇപ്പോഴേ ഇതൊന്നും അച്ഛനോട് പറയണ്ടായിരുന്നു. പക്ഷെ അത്രയേറെ RCMനോട് വെറുപ്പാണ് മനസ്സിൽ. ഇന്നലെ എന്തോ ഒരു ഇമോഷൻ കൂടി പോയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു പോയ ഒരു സംഭവമാണ്. ഇത് ഇപ്പോഴേ പറയണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ആ മകള് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ഞാൻ കേട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആള് പറഞ്ഞു, നിങ്ങളോടൊക്കെ അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം അച്ഛന്റെ മകളോടും കൂടെ ചെയ്യാൻ തുടങ്ങി. അതാണ് ഫോളോ അപ്പ്. അതായത് നമ്മൾ എപ്പോഴും ഫോളോ അപ്പിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കും. അപ്പോ ആള് പറഞ്ഞു, നിങ്ങളോടൊക്കെ ചെയ്യുന്ന കാര്യം അച്ഛൻ ഇന്ന് സ്വന്തം മകളോട് ചെയ്യാൻ തുടങ്ങി എന്ന് ഞാൻ ആ നിമിഷം ചിന്തിച്ചു. രാത്രി 12 മണിക്ക് ഇത് സംസാരിച്ചിട്ട് കിടന്നു. രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ ഇന്നലെ പറഞ്ഞില്ലേ ജോലി കളയാൻ പോവാണെന്ന്, അങ്ങനെയാണെങ്കിൽ കളഞ്ഞിട്ട് മാർച്ചിലെ ഇന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, അവിടേക്ക് നീയും കൂടെ വാ, ഞാൻ അവിടെ ഒരു വലിയ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതായത് കറക്റ്റ് ഫോളോ അപ്പ്. അപ്പോ ആ സമയത്ത് മനസ്സിൽ ചിന്തിച്ചെന്ന് പറഞ്ഞ, അയ്യോ ഇനി വീണ്ടും തിരിച്ചു പോകണമല്ലോ ഈ RCM. ഞാൻ എന്തോ ഒരു ഇമോഷൻ കൂടിപ്പോയിട്ട് ഞാൻ ഇതങ്ങ് സ്വീകരിക്കുകയും ചെയ്തു. എനിക്ക് താല്പര്യമില്ല എന്ന് ചിന്തിച്ചു. പക്ഷെ ആ അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായത്. ഈ പറഞ്ഞ പ്രിയങ്ക ചോപ്ര എന്ന് പറയുന്ന ആളിന് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു. ആളിന് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമായിരുന്നു. അതിന്റെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അഞ്ജലി കൊഠാരി ഇരുന്ന് സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി കൊടുത്തു. പ്രോഗ്രാമിന് പോയി. അവര് പ്രിയങ്ക ചോപ്ര പ്രോഗ്രാമിന് ചെന്ന് സംസാരിച്ച കൂട്ടത്തില് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവര് ആ വേദിയിൽ അങ്ങ് സംസാരിച്ചു. അത് വലിയ പ്രശ്നമായി. അപ്പൊ ഇവരുടെ ബോസ് പറഞ്ഞു, എത്ര കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ എഴുതി കൊടുക്കണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നീ എന്തായി കാണിച്ചെന്ന് ചോദിച്ചിട്ട് അഞ്ജലി കൊഠാരി ഒരുപാട് അങ്ങ് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞു, ഇത്ര മാത്രം ബോസിന്റെ അടുത്തുനിന്ന് ഇൻസൾട്ട് ഞാൻ ഇത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് എന്റെ അല്ലാത്ത പ്രശ്നം കൊണ്ട് ഞാൻ വഴക്ക് കേൾക്കേണ്ടി വന്നു. പറഞ്ഞു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതാണ്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്, പക്ഷെ അവരുടെ വായും അവർക്ക് സംസാരിക്കാനുള്ള അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവരങ്ങ് സംസാരിച്ചു. അതിന് കുറ്റം മുഴുവനും എന്റേത്. അപ്പൊ ഇതൊക്കെ എല്ലാ ജോലികളിലും നടക്കുന്നതാണ്. ഏത് ജോബ് എടുത്തു കഴിഞ്ഞാലും ബോസിന്റെ അടുത്തു നിന്നുള്ള ഒരു കുറെ നെഗറ്റീവ് റിമാർക്സ്, ബോസിന്റെ അടുത്തു നിന്നുള്ള കുറെ എന്താ പറയുന്നത് പീഡനങ്ങള്, ഇതൊക്കെ എല്ലാ ജോലിയിലും ഉണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആള് ഭയങ്കരമായിട്ട് ഇമോഷണലായി. അപ്പൊ തീരുമാനിച്ചു, ഇനി എനിക്കിവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പോഴത്തേക്കും ഏതാണ്ട് 2 വർഷം പൂർത്തിയാക്കിയിരുന്നു ജോലിയില്. അടുത്തത് അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്, ഞാൻ RCMലേക്ക് ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ്. എന്റെ ജോലി ഒന്ന് ആലോചിച്ച് നോക്കണം. 4 ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്ന ജോലിയാണ് വലിച്ചെറിഞ്ഞിട്ട് ആള് RCMലേക്ക് വന്നത് മെയ് 1 തീയതി മുതൽ ഫുൾ ടൈം RCM ആയിരിക്കും എന്ന് മാത്രം. അവിടെ ആ മകള് ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എനിക്ക് എന്റെ ലൈഫിൽ എന്തൊക്കെ കിട്ടിയോ അത് RCM കൊണ്ട് മാത്രമാണ്. ഞാൻ RCMനെ വെറുത്തിരുന്നു, അത് ശരിയാണ്. പക്ഷേ ഒരു കൊച്ചുകുട്ടി, അതായത് 1 വയസ്സ് മുതൽ അച്ഛൻ RCM ചെയ്തു തുടങ്ങിയപ്പോൾ മുതല് മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയപ്പോൾ അച്ഛന്റെ സാലറി 2.5 ലക്ഷം. ഇത്രയും നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റിയത്, ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഏറ്റവും നല്ല കോളേജില്, വേൾഡിലെ ഏറ്റവും നല്ല കോളേജിൽ പഠിക്കാൻ സാധിച്ചത്, ഇഷ്ടമനുസരിച്ച് സെലിബ്രിറ്റീസിനൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചത്, 2 വർഷമെങ്കിൽ 2 വർഷം ലൈഫിൽ ഈ പറയുന്ന 24 വർഷവും എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വരുമാനം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു നിമിഷം ചിന്തിച്ചു, എന്റെ ലൈഫിൽ ഞാൻ ഇനി ഇത് മറ്റുള്ളവർക്കും കൂടെ ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞ് ഇത് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് അഞ്ജലി കൊഠാരി. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ജനറേഷന്, അത് ഭാവിയില് എത്ര പേർക്ക് എന്തൊക്കെ ജോലി കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. AI ഈ മേഖല മൊത്തം കീഴടക്കി കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു കാറ് ഡ്രൈവേഴ്സിനെ പോലും ആവശ്യമില്ല. എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് കാറ് കറക്റ്റ് ആയിട്ട് എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ നമ്മളെ എത്തിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാം
വളരെ കൃത്യമായിട്ട് ചെയ്യാൻ AI-ക്ക് സാധിക്കും. അപ്പൊ ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഈ മേഖലകൾ മുഴുവനും തന്നെ ഇനി അടഞ്ഞു പോകുന്ന ഒരു കാലമാണ് വരുന്നത്. ശരിക്കും ആ മകൾ അത് മനസ്സിലാക്കി ലൈഫിൽ കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും ആ ഒരൊറ്റ കാരണം കൊണ്ടാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അത് മാത്രമല്ല, മറ്റൊരു കാര്യം ആ കുട്ടി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് വളരെ സെറ്റിൽഡ് ആണ്. അച്ഛൻ ആ ഫൗണ്ടേഷൻ ഇട്ട് തന്നിട്ടുണ്ട് എനിക്ക്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് ആ ഒരു ബേസ് ഇട്ട് കൊടുത്തില്ല എങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. ശരിക്കും ആ വീഡിയോ ഹിന്ദി മനസ്സിലാക്കാൻ സാധിക്കുന്നവരൊക്കെ അത് തീർച്ചയായിട്ടും അത് കേൾക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ ഉള്ളിൽ കിടന്നതുകൊണ്ട് ഈ ഒരു ടീമിന് അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ആയിരുന്നു എൻ്റെ മനസ്സിൽ. തീർച്ചയായിട്ടും ആ വീഡിയോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. മൂർത്തി സാർ, അതാ ഞാൻ പറഞ്ഞ, മൂർത്തി സാറാണ് കഴിഞ്ഞ ദിവസം ഈ വീഡിയോ എനിക്ക് ഇട്ട് തന്നത്. അപ്പൊ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ പേഴ്സണലി എനിക്ക് ഇട്ട് തരാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ അത് കാണാറുണ്ട്. ഇത് കാണിച്ചു തന്നത് ആ ഫ്യൂച്ചറാണ്. ഈ പറയുന്ന വർഷങ്ങൾ, ഒരു 10-50 വർഷത്തിന് ശേഷം എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? നമുക്കൊരു ജോലി ആവശ്യം, അതായത് ജോലി തേടി പോകേണ്ട കാര്യമില്ല. ഇപ്പം കോവിഡ് കാലം വന്നതോടെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ടീച്ചേഴ്സ് ഇല്ലെങ്കിലും AI പഠിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതിന് ഡ്രോബാക്സ് ഉണ്ടാകാം, പക്ഷേ ആ ഒരു അവസ്ഥയല്ല. ശരിക്കും ആ ഒരു സീരിയസ്നെസ് നമ്മൾ പഠിപ്പിച്ച് എത്ര ബ്രൈറ്റ് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരു ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നാലും ജോലി കിട്ടുമെന്നുള്ളത് 100% ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഒരു വരുമാന മാർഗം, ഒരു പാസീവ് ഇൻകം ഇപ്പോഴേ അവർക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു സെഷനില് ഒരു പക്ഷേ ഇതായിരിക്കും പറയാൻ വിധിച്ചത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ കുറെ ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു ടോപ്പിക് ഞാൻ മൂർത്തി സാറിനോട് അത് പറയുകയും ചെയ്തു. വീഡിയോ കണ്ടതിന് ശേഷം, സാറേ ഇതൊരു സെഷൻ എടുക്കാനുണ്ട്, ശരിക്കും ഒരു മോട്ടിവേഷനാണ് ഇത്. ഇതെങ്കിലും ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. ഇത് ഫ്യൂച്ചറിൽ അവരുടെ കയ്യിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ഒരു സെഷൻ. കീസോൾ സംബന്ധിച്ചാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഇന്ന് എന്തോ ഈ ഒരു മോട്ടിവേഷൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണമെന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം, സമയമായിട്ടുണ്ട്, ഇങ്ങനെ ഒരു അവസരം തന്ന റെജിമോൻ സാറിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ഒരു മോട്ടിവേഷണൽ വീഡിയോ ഇത് എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സ്പാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല എന്താ പറയുന്നത്, അത് അണയാതെ, ആ സ്പാർക്ക് അണയാതെ മനസ്സിൽ അത് മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ ഇൻപുട്ട് കൊടുക്കാൻ ശ്രമിക്കണം. മാസത്തിന്റെ അവസാനമാണ്, ഏതാണ്ട് ക്ലോസിങ് ആയി. ഇനിയിപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ എല്ലാം എന്താ പറയുന്നത്, സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും, ഇടയ്ക്കടിക്കാൻ പറ്റുക. അപ്പം നല്ലൊരു ക്ലോസിങ് മുന്നോട്ട് വരുന്ന മാസം ഇതിലും മെച്ചപ്പെട്ട ഒരു മാസമാക്കാൻ ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JRC.